നമസ്കാരം. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇനി 8 ദിവസങ്ങൾ മാത്രം ബാക്കി. പ്രചരണം ക്ലൈമാക്സിൽ. പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കളം നിറഞ്ഞതോടെ രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് ആവേശച്ചൂടിൽ. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്രശ്രമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ മൂന്നാം LDF സർക്കാർ ദാരിദ്ര്യവും ഇല്ലാതാക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വർണം കട്ടത് ആരാണെന്ന് രാഹുൽ ഗാന്ധി വീട്ടിൽ പോയി ചോദിക്കണമെന്നും കളവ് നടത്തിയവരെ CPM-ഉം LDF-ഉം സംരക്ഷിക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സുരേഷ് ഗോപിക്ക് തിരിച്ചടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചുള്ള വിചാരണ സുരേഷ് ഗോപി നേരിടേണ്ടിവരും. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിശ്ചയിച്ച ഉദ്യോഗസ്ഥരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി കോൺഗ്രസ് രംഗത്ത്. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കാൻ ഒരുങ്ങുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണ പുതുക്കിയാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുക. വാർത്തകൾ വിശദമായി. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 8 നാൾ. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ കുന്നംകുളം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് മാതൃകയാണെന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ മൂന്നാം LDF സർക്കാർ ദാരിദ്ര്യവും ഇല്ലാതാക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മൾ മനസ്സിലാക്കണം, കളവ് പറയുമ്പോൾ VD സതീശനെ പോലുള്ള ആളുകൾ ഇതിനിടെ പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായി ദുരന്തമനുഭവിച്ചവർക്ക് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചു. എവിടെയാ പണം? കോടാനുകോടി ഉറുപ്പിക പിരിച്ചു. കാണാനില്ല, അവരുടെ അക്കൗണ്ടിലില്ല. അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ നിയമസഭാ മത്സരത്തിന്റെ ഭാഗമായിട്ട് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ ഇത് ഓണം. ഞങ്ങൾ രണ്ടാളുടെയും അക്കൗണ്ടിലുണ്ടെന്നാണ് അവർ പരസ്യമായി പറഞ്ഞത്. ഒന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവിടെ മത്സരിക്കുകയാണ്, പേരാവുമല്ലോ. അവിടെ പറഞ്ഞിട്ടില്ല. പറവൂർ മത്സരിക്കുകയാണ് VD സതീശൻ, അവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ പണം ഇവിടെ പോയി. LDF സർക്കാർ രൂപീകരിച്ച കിഫ്ബിയാണ് കേരളത്തിന്റെ വികസന കുതിപ്പിന് കാരണം. നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് 11,160 കോടി രൂപ കേരളം നൽകി. ഇതിനെ UDF ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളിലൂടെ അഭിനന്ദിച്ചു. റോഡ്, സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനങ്ങൾക്ക് 1,10,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. കിഫ്ബിയെയും വികസന പ്രവർത്തനങ്ങളെയും തകർക്കുവാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസും ശ്രമിച്ചത്. വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനകരമാകുന്ന ഇരട്ട തുരങ്കപാത നിർമ്മാണവും തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച് വീട് നൽകാതെ പാവങ്ങളെ പറ്റിച്ചു. VD സതീശനും രാഹുൽ ഗാന്ധിയും നുണ പറയുന്നവർ മാത്രമായി മാറിയിരിക്കുകയാണ്. സ്വർണം കട്ടവരെ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചത് AICC നേതാവ് KC വേണുഗോപാലാണ്. സ്വർണം കട്ടത് ആരാണെന്ന് രാഹുൽ ഗാന്ധി വീട്ടിൽ പോയി ചോദിക്കണം. കളവ് നടത്തിയവരെ CPM-ഉം LDF-ഉം സംരക്ഷിക്കില്ല. LDF വിശ്വാസികൾക്കൊപ്പമാണെന്നും ക്രിസ്തീയ സഭകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എതിർക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മങ്ങാട് നടന്ന പൊതുയോഗത്തിന് CPI ലോക്കൽ സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷനായി. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ, CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, പ്രേംരാജ് ചൂണ്ടലാത്ത്, M ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ മാസ്റ്റർ, S ബസന്ത്ലാൽ, KM അഷ്റഫ്, MS സിദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ റാലി നെല്ലുവായ് സെന്ററിൽ നിന്നും ഈസ്റ്റ് കമ്മിറ്റിയുടെ റാലി കുണ്ടന്നൂരിൽ നിന്നും ആരംഭിച്ചു. വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും റാലിയിലുണ്ടായിരുന്നു.
സുരേഷ് ഗോപിക്ക് തിരിച്ചടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ചെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചുള്ള വിചാരണ സുരേഷ് ഗോപി നേരിടേണ്ടിവരും. ഈ ഉപഹർജി തള്ളിയതോടെ കേസിൽ സുരേഷ് ഗോപിക്ക് വിചാരണ നേരിടേണ്ടിവരും. തൃശൂരിലെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജി തള്ളണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം. കേസ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ എഐവൈഎഫ് നേതാവ് നൽകിയ ഹർജിയിൽ സുരേഷ് ഗോപി വിചാരണ നേരിടണം. 2024 ഏപ്രിലിൽ വ്യാജവിലാസത്തിൽ വാഹന രജിസ്ട്രേഷൻ നടത്തിയ കേസിലെ ഹർജികൾ എറണാകുളം ACJM കോടതി തള്ളിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിശ്ചയിച്ച ഉദ്യോഗസ്ഥരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി കോൺഗ്രസ് രംഗത്ത്. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മണലൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരായ ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നാട്ടിക അസംബ്ലി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതല സംബന്ധിച്ച ഉത്തരവുകൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി ആവശ്യമായ ബാലറ്റ് അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉത്തരവിന്റെ പകർപ്പുകളോടൊപ്പം ഒന്നാംഘട്ട പരിശീലന കേന്ദ്രത്തിലും മണലൂർ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും സമയബന്ധിതമായി സമർപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യുന്നതിനായി പരിശീലന കേന്ദ്രങ്ങളിലെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ വഴി സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ രണ്ടാംഘട്ട പരിശീലനം നടന്ന തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വോട്ട് ചെയ്യുന്നതിനായി എത്തിയപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ മടക്കി അയക്കുകയാണുണ്ടായത്. ഏകദേശം 200-ലധികം ബൂത്തുകൾ ഉൾപ്പെടുന്ന നാട്ടിക നിയോജക മണ്ഡലത്തിൽ ഓരോ ബൂത്തിനും 4 ഉദ്യോഗസ്ഥർ എന്ന കണക്കിൽ കുറഞ്ഞത് 400 പേർക്ക് വോട്ട് ചെയ്യാനുള്ള സൌകര്യം ഉണ്ടായിരിക്കേണ്ട സാഹചര്യത്തിൽ വെറും 38 പേരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ പട്ടിക മാത്രം പ്രദർശിപ്പിച്ച് അവർക്ക് മാത്രമായി വോട്ട് അനുവദിക്കുകയും മറ്റു ഉദ്യോഗസ്ഥരെ അന്യായമായി തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ ഉദ്യോഗസ്ഥരെ തിരിച്ചയച്ചത് തികച്ചും നിർഭാഗ്യകരമാണെന്ന് TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ പറഞ്ഞു. ഇതിനു പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൃത്യമായി ഉത്തരവിറക്കി കൊടുത്തുള്ളതാണ്. പരിശീലന കേന്ദ്രത്തിൽ EFC ഒരുക്കുമ്പോൾ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഒരുക്കിയുണ്ടായിരിക്കും, അല്ലെങ്കിൽ ജില്ലാതലത്തിലുണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ അതാത് RO റിട്ടേണിംഗ് ഓഫീസർമാരുടെ കീഴിലുണ്ടാകുമെന്ന ആ സംവിധാനം ഒരുക്കിയില്ലെന്ന് മാത്രമല്ല, 800ഓളം വോട്ടവകാശമുള്ള ആളുകളുടെ പട്ടികയിൽ കേവലം 38 പേരുടെ മാത്രം പട്ടികയായിട്ട് പരിമിതപ്പെടുത്തി. അപ്പോൾ അതിൽ സ്വാഭാവികമായും അതിനകത്ത് ഒരു ഇടപെടൽ, അത് രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒരു ഇടപെടൽ ഉണ്ടായെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ജനാധിപത്യ പ്രക്രിയയെ സഹായിക്കാൻ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് തന്നെ വോട്ട് നിഷേധിക്കുന്നത് ഗൌരവമായാണ് കാണുന്നതെന്നും ശ്രീകുമാർ വ്യക്തമാക്കി. ഇത്തരത്തിൽ വോട്ടവകാശം നിഷേധിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉടൻ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള അനുയോജ്യമായ സൌകര്യം പുനഃക്രമീകരിച്ച് നൽകുകയും തെരഞ്ഞെടുപ്പിന്റെ വിശുദ്ധിയും പരിപാവനതയും ഉറപ്പാക്കുകയും ചെയ്യണമെന്നും, കൂടാതെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ട ഈ ഗൌരവകരമായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണലൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കായുള്ള രണ്ടാംഘട്ട പരിശീലനം ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. മാർച്ച് 31 മുതൽ ഏപ്രിൽ 4 വരെയാണ് പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാതല മാസ്റ്റർ ട്രെയിനർ PV ഫൈസൽ, അസംബ്ലി മാസ്റ്റർ ട്രെയിനർമാരായ TK അനിൽകുമാർ, RK ജാസ്മിൻ ഹംസ, S നിമി, TB രേഷ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. EVM യന്ത്ര സംവിധാനങ്ങളുടെ പരിശീലനം നൽകുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ ടീം അംഗങ്ങളാണ്. റിട്ടേണിംഗ് ഓഫീസർ S ഷീബ, തഹസിൽദാർ TR സംഗീത, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ KR സൂരജ് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. വോട്ടർ ഫെസിലിറ്റേഷൻ, പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ എന്നിവ പരിശീലന കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ എന്നിവർ ഉൾപ്പെടെ 716 പേർക്കാണ് രണ്ടാം ഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. LDF മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ പര്യടനം തുടരുന്നു. കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഗാനം പ്രകാശനം ചെയ്തുകൊണ്ടായിരുന്നു 3ാം ദിനത്തിലെ പര്യടനം ആരംഭിച്ചത്. പൂവത്തൂർ മുള്ളൻതറയിൽ നടന്ന ചടങ്ങിൽ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പര്യടനത്തിന്റെ ഉദ്ഘാടനവും CD-യുടെ പ്രകാശനവും നിർവഹിച്ചു. PG സുബിദാസ് അധ്യക്ഷനായി.
TV ഹരിദാസൻ, VR മനോജ്, PA രമേശൻ, VN സുർജിത്ത്, ആഷിഖ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാക്കശ്ശേരി ചീരൻപടി, വാഗ മറ്റം, നമ്പഴിക്കാട് റേഷൻ കട, ചെട്ടിയംകുളം, പുല്ലാനിക്കുന്ന്, അരിയന്നൂർ ശ്രീകൃഷ്ണ കോളേജ്, തൈക്കാട് ആൽമാവ്, പഞ്ചാരമുക്ക്, വെട്ടിക്കൽ സ്കൂൾ, തത്തക്കുളങ്ങര, മനപ്പടി, തിരുനെല്ലൂർ, പാടൂർ കൈതമുക്ക്, ഷാവോലിൻ ഗ്രാമം, കണ്ണോത്ത്, ആശാരിമൂല, ഉല്ലാസ് നഗർ, ആനക്കാട്, താണിപ്പറമ്പ്, തേമാലിപ്പറമ്പ്, എഴുത്തച്ഛൻ ശാഖ, വിളക്കുമാടം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. അരിമ്പൂർ, മനക്കൊടി, കിഴക്കുംപുറം സെന്ററിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ മുരളി പെരുന്നെല്ലി MLA, TA മുഹമ്മദ് ഷാഫി, രാകേഷ് കണിയാമ്പറമ്പിൽ, ഷൈനി കൊച്ചുദേവസി, KS ദിലീപ്, സന്തോഷ് കണ്ടാണശ്ശേരി, BR സന്തോഷ്, PA ഷൈൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ബുധനാഴ്ച രാവിലെ 8-ന് തൃത്തല്ലൂർ സെന്ററിൽ നിന്നാരംഭിക്കുന്ന പര്യടനം 24 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിൽ സമാപിച്ചു. ചാവക്കാട് നഗരത്തിൽ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ വിവാദ ഫ്ലക്സ് ബോർഡ്. 1977 മുതൽ ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡാണ് സ്ഥാപിച്ചത്. നിങ്ങൾ കാണുന്നില്ലേ ഈ അവഗണന, 50 വർഷത്തെ അവഗണന മാറണം എന്ന വാചകം എഴുതിയാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെ B. ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരുന്നു. മണലൂർ നിയോജക മണ്ഡലം ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ പര്യടനം തൈക്കാട്, പാവർട്ടി മേഖലകളിൽ നടന്നു. ബുധനാഴ്ച രാവിലെ ബ്രഹ്മകുളം ശിവക്ഷേത്ര പരിസരത്തു നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടും റെയിൻബോ സങ്കേതം, ചക്കംകണ്ടം സങ്കേതം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥന നടത്തി. പര്യടനത്തിനിടെ ബ്രഹ്മകുളം പള്ളി വികാരി ഫാദർ ഡേവിസ് പനംകുളത്തിനെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. പാവർട്ടി പഞ്ചായത്തിൽ നടന്ന പര്യടനത്തിന്റെ ഭാഗമായി മനപ്പടി സങ്കേതത്തിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തി. ശേഷം സുബൈദാർ മേജർ ഷാനവാസിനെ വീട്ടിലെത്തി അനുമോദിച്ചു. പിന്നീട് മേഖലയിലെ പ്രമുഖ വ്യക്തികളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. BJP പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് സുജിത്ത് പണ്ടാരിക്കൽ, തൈക്കാട് ഏരിയ പ്രസിഡന്റ് സബീഷ് മുണ്ടന്തറ, ജനറൽ സെക്രട്ടറി ശരത്ത്, മഹിളാ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ദേവിക മണികണ്ഠൻ, പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PA അഭിലാഷ്, സെക്രട്ടറി പവിത്രൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഗുരുവായൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി NK അക്ബർ ചാവക്കാട് മേഖലയിൽ പര്യടനം നടത്തി. രാവിലെ 9 മണിയോടെ എടക്കഴിയൂർ വളയംതോടിൽ നിന്ന് പര്യടനം ആരംഭിച്ചു. മേഖലയിൽ വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി 7 മണിക്ക് കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് പരിസരത്ത് സമാപിച്ചു. നേതാക്കളായ KH സലാം, MR രാധാകൃഷ്ണൻ, TM ഹനീഫ, KR ആനന്ദൻ, PK രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CCTV അവതരിപ്പിക്കുന്ന പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ച ജനവിധി 2026 തുടരുന്നു. വ്യാഴാഴ്ച രാവിലെ 10-ന് കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥിയും KPCC സെക്രട്ടറിയുമായ PT അജയ് മോഹൻ പങ്കെടുക്കുന്ന ചർച്ച കാണാം. രാഷ്ട്രീയ വികസന കാഴ്ചപ്പാടുകൾ, സമകാലിക വിവാദങ്ങൾ എന്നീ വിഷയങ്ങളിലെല്ലാം PT അജയ് മോഹൻ മനസ്സ് തുറക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പുറമെ വൈകിട്ട് 6-നും രാത്രി 10-നും പുനഃസംപ്രേഷണവും ഉണ്ടാകും. എന്റെ കൈകൾ ശുദ്ധമെന്ന് ഞാൻ പറയുന്നത് എക്കാലവും എൻ്റെ കയ്യ്, എൻ്റെ അച്ഛൻ്റെ കയ്യ്, എൻ്റെ വീട്ടിൽ ഒരാളുടെ കയ്യും അശുദ്ധമായിട്ടില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യം, അതിൻ്റെ ഇന്നർ മീനിങ് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. ഇവിടുത്തെ എത്ര ഇരകളുള്ള സ്ഥലം ഈ കരുവന്നൂര്, എത്ര പേര് ആത്മഹത്യ ചെയ്തു. ഈ കരുവന്നൂർ ബാങ്ക് വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? UDFന് ഇവിടുത്തെ ജനത്തിന് പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ആ ക്യാമ്പയിനിങ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ക്ഷാമത്തിനിടെ വാണിജ്യ LPG വില കുത്തനെ കൂട്ടി കമ്പനികൾ. 19 കിലോ സിലിണ്ടറിന് 195 രൂപ 50 പൈസയാണ് കൂട്ടിയത്. വിലവർധന പ്രാബല്യത്തിൽ വന്നു. കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഹോട്ടൽ മേഖലയ്ക്ക് ഇരുട്ടടിയാണിത്. കേരളത്തിലെ പുതിയ വില 2092 രൂപയാണ്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. 5 കിലോയുടെ മിനി സിലിണ്ടറുകൾക്ക് 51 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള ഇന്ധന വിപണിയെ ഉലയ്ക്കുന്നതിനിടെയാണ് ഈ വർധന. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ കമ്പനികൾ വില പുനർനിർണ്ണയിക്കുന്നത്. ഹോട്ടലുകൾ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയെ LPG ക്ഷാമത്തിനൊപ്പം വിലക്കയറ്റം കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സ്ഥിതിയാണ്. അതേസമയം ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിലവിൽ വിലവർധനയില്ല. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കാൻ ഒരുങ്ങുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നത്.
പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ദിവ്യബലിയും അനുബന്ധ ചടങ്ങുകളും നടക്കും. അന്ത്യ അത്താഴത്തിന് മുൻപായി ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും. ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിനു മുമ്പ് 12 ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും ഉയിർത്തെഴുന്നേൽപ്പും വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശ്വാസികൾക്ക് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്താൻ ഹൈക്കോടതിയുടെ അനുമതി. ബുധനാഴ്ച വൈകിട്ട് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. പീഠാനുഭവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 2 മുതൽ 5 വരെ നടക്കുന്ന പെസഹ, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ദിവസങ്ങളിൽ പ്രാർത്ഥന നടത്തുന്നതിനായി ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രസ്റ്റി CU ശലമോൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ഈസ്റ്റർ ആഴ്ചയിൽ പള്ളിയിലെ സെമിത്തേരിയിൽ കല്ലറകളിൽ പ്രാർത്ഥന നടത്തുന്നതിനായി യാക്കോബായ വിഭാഗത്തിന് പോലീസും സംരക്ഷണവും സഹായവും നൽകണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഇത് സംബന്ധിച്ച് പാലക്കാട് ജില്ലാ പോലീസ് സൂപ്രണ്ട്, പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവർക്ക് കോടതി നിർദ്ദേശവും നൽകി. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് BN ശിവശങ്കർ, അഡ്വക്കേറ്റ് ടിനു T ജോസഫ് എന്നിവർ കോടതിയിൽ ഹാജരായി. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയ മഹാപൊങ്കാലയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി കീഴുമുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി പൊങ്കാല സമർപ്പണം നടത്തി. പ്രശസ്ത നർത്തകി കലാമണ്ഡലം സംഗീതപ്രസാദ് പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. കലശ ചടങ്ങുകൾക്ക് ശേഷം തിടപ്പള്ളിയിൽ ഒരുക്കിയ പണ്ടാരയടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടപ്പുരയിലും ക്ഷേത്ര മൈതാനത്തും ഒരുക്കിയ അടുപ്പിലേക്ക് അഗ്നി പകർന്നു. നിവേദ്യത്തിന് പാകമായ പൊങ്കാലക്കലങ്ങളിൽ പൂജാരിമാർ തീർത്ഥം തളിച്ചതോടെ ഭക്തർ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച് സായുജ്യം നേടി. 3 ദിവസമായി നടന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികരായി. തുടർന്ന് പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശിവരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിരാ ബാലകൃഷ്ണൻ, സെക്രട്ടറി ശൈലജ സതീന്ദ്രൻ തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, സേവാഭാരതി ആംബുലൻസ് പ്രവർത്തകർ തുടങ്ങിയവർ ഭക്തർക്ക് വേണ്ട സൌകര്യമൊരുക്കി. CCTVയുടെ ചാലിശ്ശേരി മുക്കൂട്ട ന്യൂ ഫ്രണ്ട്സ് കേബിൾ നെറ്റ്വർക്ക് ഉടമ KM സുബൈറിന്റെ പിതാവ് ചങ്ങരംകുളം മുതുക്കാട് കോന്തത്ത് വീട്ടിൽ മുഹമ്മദ് അലി നിര്യാതനായി. 79 വയസ്സായിരുന്നു. ഖബറടക്കം മുതുക്കാട് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. മറിയക്കുട്ടി ഉമ്മ ഭാര്യയും, മുസ്തഫ, സൈഫുദ്ദീൻ, ഷെഫീഖ്, സുബൈർ, സബീറ, ഹക്കീം, സിദ്ദിഖ് എന്നിവർ മക്കളുമാണ്. പുന്നേർകുളം ഉപ്പുങ്ങൽ പാലായ്ക്കൽ പെൺകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 9 നടത്താൻ നിശ്ചയിച്ചിരുന്ന റിഫ-ഇ-റാത്തീബ് ഏപ്രിൽ 16 മാറ്റിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ മാറ്റം വരുത്തിയത്. 16 രാവിലെ 8 മണിക്ക് മൗലീദ് പാരായണം, തുടർന്ന് 11 മണി മുതൽ 1 മണി വരെ ഭക്ഷണ വിതരണം, രാത്രി 7 മണിക്ക് റിഫ-ഇ-റാത്തീബ് എന്നിവ നടത്തും. കൌക്കാനുപ്പെട്ടി ഉസ്താദ് MKM മുത്തു റിഫ-ഇ-റാത്തീബിന് നേതൃത്വം നൽകും. തുടർച്ചയായി 9ാം വർഷമാണ് മുടക്കാതെ പെൺകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റിഫ-ഇ-റാത്തീബ് നടത്തുന്നത്. നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്താണ് ഇതിനുള്ള തുക കണ്ടെത്തുന്നത്. പ്രദേശത്തെ 750 പരം വീടുകളിലേക്ക് നേർച്ചച്ചോറിന്റെ ഭാഗമായി നെയ്ച്ചോർ വിതരണം ചെയ്യും. കോർഡിനേറ്റർ സുരേഷ് ബാബു നേതൃത്വം നൽകും. പെൺകൂട്ടായ്മ റാത്തീബ് കമ്മിറ്റി പ്രസിഡന്റ് ഫാത്തിമ മഠത്തിപ്പറമ്പിൽ, സെക്രട്ടറി E നസീമ, ട്രഷറർ E സുലൈഖ, ട്രഷറർ K റംല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം ബദനി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ 2023-26 ആദ്യ ബാച്ചിന്റെ യാത്രയയപ്പും സ്നേഹവിരുന്നും നടന്നു. ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന ബദനി കോളേജിലെ ആദ്യ ഡിഗ്രി ബാച്ചിന്റെ യാത്രയയപ്പും സ്നേഹവിരുന്നും ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. 3 വർഷത്തെ ഡിഗ്രി പഠനത്തിന്റെ അവസാനം വിദ്യാർത്ഥികളായി വന്നവർ ഉദ്യോഗാർത്ഥികളായി പടിയിറങ്ങുന്ന അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത്. കോളേജ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളേജിൽ നിന്നും പടിയിറങ്ങുന്ന ഈ ബാച്ച് കോളേജിൻ്റെ വിജയവഴിയിലെ ആദ്യത്തെ തിളക്കമാണ്. അവരുടെ വിജയം ബദനി കുടുംബത്തിൻ്റെ വിജയമാണെന്നും മാനേജർ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി അധ്യക്ഷനായി. ചടങ്ങിൽ ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ സംസാരിച്ചു.
വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. സ്നേഹവിരുന്നിൻ്റെ ഭാഗമായി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഗ്രൂപ്പ് ഫോട്ടോകൾ പകർത്തുകയും കോളേജ് ജീവിതത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പൂരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ക്ഷേത്ര മൈതാനി വൃത്തിയാക്കി ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും ഹരിതകർമ്മസേനാംഗങ്ങളും. പറപ്പുകാവ് പൂര മഹോത്സവം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ക്ഷേത്ര മൈതാനവും പരിസരവും ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളുടെയും ഹരിതകർമ്മസേനാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരിച്ചത്. പേപ്പറുകളും പനമ്പട്ടയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെയാണ് ഉത്സവപ്പറമ്പിൽ നിന്നും ശേഖരിച്ചത്. 40 അംഗ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണത്തിൽ ഏർപ്പെട്ടത്. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു, പഞ്ചായത്ത് അംഗങ്ങളായ ഭവ്യ, ഷീബ ശിവരാമൻ, CM ലിജു, മിനി രാജേഷ്, ഉമ്മർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ മേരി, VEO പ്രിയ, ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ശേഖരിച്ച മാലിന്യങ്ങൾ മണലിയിലെ മാലിന്യ ശേഖരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. പുനേർകുളം അണ്ടത്തോട് GMLP സ്കൂൾ 166-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനാഘോഷവും അങ്കണവാടി ഫെസ്റ്റും സംഘടിപ്പിച്ചു. അണ്ടത്തോട് VP മാമു സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി വടക്കേകാട് SHO PP ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് താഹിറിന്റെ അധ്യക്ഷതയിൽ സ്റ്റാഫ് സെക്രട്ടറി സൈഫുന്നിസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗിന്നസ് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം കലാഭവൻ ബാദുഷ, മെഹഫിൽ രാവ്, മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ വിന്നർ ജംഷീർ അണ്ടത്തോട് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. മുഹമ്മദ് അലി മാസ്റ്റർ എൻഡോമെന്റ് വിതരണം നടത്തി. മദർ PTA പ്രസിഡന്റ് ഹബീബ, PTA വൈസ് പ്രസിഡന്റ് BA ലിറാർ, SMC വൈസ് ചെയർമാൻ KCM മുജീബ്, SSG കൺവീനർ അബ്ദുസമദ് അണ്ടത്തോട്, സ്കൂൾ ലീഡർ മുഹമ്മദ് അനസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക KK ഷക്കീല സ്വാഗതവും VK സബിത ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ അങ്കണവാടികളിലെ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ട്രോഫികളും കൈമാറി. തുടർന്ന് കോമഡി ഷോയും മാപ്പിളപ്പാട്ടും അരങ്ങേറി. പുനേർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ UKG വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് പ്രധാനാധ്യാപകൻ KL മനോഹിത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സ്നേഹ മോഹൻ അധ്യക്ഷത വഹിച്ചു. മെന്റലിസ്റ്റ് താഹിർ മുഖ്യാതിഥിയായി. സ്കൂളിലെ UKG ക്ലാസ്സിൽ നിന്നും 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിച്ച 54 കുരുന്നുകളാണ് ഗൌണും പ്രത്യേക തൊപ്പിയും അണിഞ്ഞ് കോൺവെക്കേഷനിൽ പങ്കെടുത്തത്. ഇവർക്ക് ഗ്രൂപ്പ് ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകി. അധ്യാപകരായ സ്മിഷ മോഹൻ, KG അധ്യാപകരായ ഹിബ നസ്രീൻ, ആസിഫ, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. PJ ജയകൃഷ്ണൻ, ഷിബിൽ രാജ്, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരവം 2K26 എന്ന പേരിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നടത്തിയ വാർഷികാഘോഷം വർണ്ണാഭമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സിനിമാ താരവും ഗായകനും ഗാനരചയിതാവുമായ മണികണ്ഠൻ പെരുമ്പടപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ VK ഫൗസിയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി EA കുഞ്ഞഹമ്മദ്, അൻസാർ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ്, അൻസാർ സ്കൂൾ ജൂനിയർ പ്രിൻസിപ്പൽമാരായ KR രവ്യ, സലീന ഖാദർ, PTA പ്രസിഡന്റ് സലിം തൃത്താല, സ്പെഷ്യൽ സ്കൂൾ അധ്യാപകൻ അബ്ദുൾ ആഷിഖ് എന്നിവർ പങ്കെടുത്തു. ഏറെ വർഷത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാരായ ആയിഷ ടീച്ചർ, PM റംല എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കഴിഞ്ഞ 5 വർഷത്തോളമായി സ്കൂളിലെ വിദ്യാർത്ഥികളെ നൃത്തം പഠിപ്പിക്കുന്ന നൃത്താധ്യാപിക കൂടിയായ സൗമ്യ സുനിൽകുമാറിനെ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വാർഷികാഘോഷ പരിപാടികൾക്ക് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും സഹജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പീഠാനുഭവ വാരത്തിന്റെ ഭാഗമായി 3 ദിവസമായി നടന്നുവന്നിരുന്ന സുവിശേഷ യോഗം സമാപിച്ചു. സജിൻ ഫിലിപ്പ് നല്ലില, ഫാദർ ഷിബിൻ പോൾ, ഫാദർ ഡെൽജോ ഏലിയാസ് എന്നിവർ വചനപ്രഘോഷണം നടത്തി. പെസഹ വ്യാഴം രാവിലെ 6-ന് വിശുദ്ധ കുർബാനയും ഉച്ചയ്ക്ക് 2:30-ന് പെസഹ ഊട്ടും നടക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ 9-ന് യാമപ്രാർത്ഥനകൾ ആരംഭിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് കുർബാന, വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8-ന് ഉയിർപ്പ് ശുശ്രൂഷകൾ നടക്കും. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത്
Malaya Gold and Diamonds, Malaya Junction, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം കുറുക്കൻപാറ ചോഴിയാട്ടിൽ കേശവൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. അഞ്ഞൂർ പരേതനായ മേലിട്ട് കുഞ്ഞിപ്പാലു മകൻ വർഗീസ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. ലീമയാണ് ഭാര്യ. പ്രേംജീവൻ, പ്രേംജ്യോതി എന്നിവർ മക്കളാണ്. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 8 ദിവസങ്ങൾ മാത്രം ബാക്കി. പ്രചരണം ക്ലൈമാക്സിൽ. പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കളം നിറഞ്ഞതോടെ രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് ആവേശച്ചൂടിൽ. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്രശ്രമത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ 3ാം LDF സർക്കാർ ദാരിദ്ര്യവും ഇല്ലാതാക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വർണം കട്ടത് ആരാണെന്ന് രാഹുൽ ഗാന്ധി വീട്ടിൽ പോയി ചോദിക്കണമെന്നും കളവ് നടത്തിയവരെ CPM-ഉം LDF-ഉം സംരക്ഷിക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സുരേഷ് ഗോപിക്ക് തിരിച്ചടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായത്. തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചെന്നും ക്രമക്കേടുകൾ നടത്തിയെന്നും ആരോപിച്ചുള്ള വിചാരണ സുരേഷ് ഗോപി നേരിടേണ്ടിവരും. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിശ്ചയിച്ച ഉദ്യോഗസ്ഥരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി കോൺഗ്രസ് രംഗത്ത്. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴസ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കാൻ ഒരുങ്ങുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണ പുതുക്കിയാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുക. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.